ഹലോ, ജംബ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ ആണി അടിക്കുന്ന ഗണ്ണിൻ്റെ ആണി നമുക്ക് വന്നിട്ടുണ്ട് ആമസോണിൽ. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ കുറേ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക, ലിങ്ക് എന്നൊക്കെ ആമസോണിലുള്ള ലിങ്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ആണി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആണീനെ ഒന്നൊന്ന് പരിചയപ്പെടാം. ഇത് 50 പീസ് മുതൽ 400 പീസ് വരെ നമുക്ക് ഓർഡർ കൊടുക്കാം. അത് ചില സമയത്ത് ഓഫറുകളൊക്കെ ഉണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് ഈ ആണി ഓർഡർ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം 200 ആണിക്ക് ഒരു ഓഫറായിരിക്കും, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഇത് 50-50ൻ്റെ 2 പീസാണ്, പാക്കറ്റാണ് വന്നുള്ളത്. ആണി മുമ്പ് നമ്മൾ ഫയറൊക്കെ ചെയ്ത് കാണിച്ചതാണ്. ഇങ്ങനെയാണ് ആണി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ ആ ഫയറിൻ്റെ മരുന്ന് ഇതിൻ്റെ ബാക്കിലാണുള്ളത്. ഓരോരോ ആണിയും ആ എൻഡിൽ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ഒരു പ്രസ്സിങ് ആണ്, മരുന്നാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഇതാണ് നമ്മളെ ഗണ്ണ്. ഇതിപ്പോൾ ഏകദേശം വളരെ ചീപ്പായിട്ട് 400 രൂപ 450 രൂപക്കൊക്കെ ഇപ്പോൾ ഓരോരോ സൈറ്റിലും ഉണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാധനത്തിന് ഇപ്പോഴും വിലയുണ്ട്, 3000-4000 രൂപ വിലയുണ്ട്. പക്ഷേ കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 700-800 രൂപക്കൊക്കെ ഇപ്പോഴും കിട്ടും. ഓഫർ ചില സമയത്ത് നമുക്ക് ഇത് 450-400 രൂപക്കൊക്കെ ഓഫറിൽ ആമസോണിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആണി. ഞാൻ നേരത്തെ ഇടുന്നതൊക്കെ കാണിച്ചിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഇതിൻ്റെ ഈ ഫ്രണ്ടിലിടുന്ന 2 നോബുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. മുമ്പ് ഇതുപോലെയുള്ള ഇരുമ്പിലൊക്കെ ഇന്ന് വന്നിരുന്നത്, കുറച്ച് സേഫായിട്ടായിരുന്നു. ഇപ്പോൾ അത് വരുന്നില്ല, ഒക്കെ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് ഇടുന്നത്. ആണി ഇട്ടിട്ട് പിന്നെ നമ്മൾ എവിടെയാണോ സർഫസ് അവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഫയർ ചെയ്യുമ്പോൾ ഇതാണ് ആ നീഡിൽ. ഈ നീഡിൽ നേരെ വന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ മുട്ടുകയാണ്. അപ്പോൾ മുട്ടുമ്പോൾ ഇത് അതിശക്തമായിട്ട് ഫയറായിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് മെക്കാനിസം. മുമ്പ് ഞാനിത് അയച്ചിട്ട് നന്നാക്കിയ ഒരു സാധനമാണ്. ഇതിൽ 2 ടെൻഷൻ സ്പ്രിങ്ങുകളാണ് ഇതിൻ്റെ ഫുള്ള് വർക്ക് എടുക്കുന്നത്. കാര്യമായിട്ട് വേറൊരു സാധനമൊന്നുമില്ല. റിപ്പയറിംഗ് ഒക്കെ അയച്ച് നിങ്ങൾക്ക് ഇത് ശരിക്ക് ഫുള്ള് ഇരുമ്പാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് റെസ്റ്റ് പിടിക്കും. അപ്പോൾ ഒരു സാൻഡ് പേപ്പറൊക്കെ ഇതുമാതിരി എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കരുതി വെക്കുക. എന്നിട്ടിത് ഏകദേശം നല്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് റഫായിട്ടൊന്ന് വലിച്ചെടുക്കണം. അല്ലെങ്കിൽ ആണി കയറാൻ ബുദ്ധിമുട്ടാകും. കാരണം കറക്റ്റ് ഡേ ആണ്, ഒരു പ്ലേ പോലും ഇല്ലാത്ത ഡേ ആണ്. അതുകൊണ്ടാണ് ഈ ഫയറിംഗ് ഒക്കെ നടക്കുമ്പോൾ എയർ ഗ്യാപ്പ് വരെ ഇല്ലാത്തതുകൊണ്ടാണിത് ഫയറായിട്ട് കോൺക്രീറ്റിലേക്കൊക്കെ അടിച്ച് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അയക്കാനുള്ള പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ഭാഗമാണ്. ഈ ബാക്ക് ഭാഗത്താണ് ആ വലിയ സ്പ്രിങ് ഉള്ളത്. അതിപ്പോൾ ഞാൻ ഈ ഒരു സ്പ്രിങ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് തുരുമ്പ് പിടിച്ചപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ടതാണ്. പിന്നെ ഇതിൽ വരുന്നത്, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ലോക്ക് കറക്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ പീസ് ഊരി മാറ്റുന്നതൊക്കെ റിപ്പയറിങ്ങൊക്കെ കറക്റ്റ് നിങ്ങൾ നോക്കി ചെയ്യണം. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ പിന്നെ ആ ഉള്ളിലൊരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ ഈ സ്പ്രിങ്ങിൻ്റെ ആക്ഷനിലാണ് ഈ നീഡിൽ ഇങ്ങനെ കറക്റ്റ് നിൽക്കുന്ന ഈ ഷാഫ്റ്റ്. അപ്പോൾ ജസ്റ്റ് ഇത് അങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷാഫ്റ്റ് പോരും. പിന്നെ പോന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്കാണ് എടുക്കേണ്ടത്. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആകെ കാര്യമായിട്ടുള്ള ഒരു 2 ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സ്പ്രിങ്ങാണ്. ഒക്കെ എടുത്ത്
ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ രണ്ടാമത് ഉള്ളത്, ഇവിടെ ഒരു ബോളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് റിവേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് അമർത്തിയിട്ട് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് പ്രസ് ചെയ്യുക. ഈ സാധനമൊക്കെ ഇതിൻ്റെ കൂടെ സ്പെയർ വന്നിരുന്നതാണ് ആദ്യം, പക്ഷെ ഇപ്പോൾ വരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അത് തെറിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും റീഫിറ്റ് ചെയ്യുമ്പോൾ സാധനം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുക. പിന്നെ നമുക്ക് നേരെ വരുന്നതാണ് പിന്നെ ഈ നീഡിലും ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ചെറിയ ഷാഫ്റ്റ് ഉണ്ട്. ഇതും കൂടെ തള്ളി കഴിഞ്ഞാൽ ഈ നീഡിലും എടുക്കാം. അപ്പോൾ കാര്യമായിട്ട് ഇതിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ നീഡിൽ തുരുമ്പെടുത്ത്, നീഡിലിൻ്റെ തുരുമ്പാണ് നമ്മൾ ഇപ്പോൾ ഈ നീഡിൽ ഇങ്ങനെ തുരുമ്പെടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇരുമ്പായതുകൊണ്ട് പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വളരെ ചീപ്പായിട്ട് കിട്ടുന്നത്. പക്ഷേ ഒരു ബ്രാൻഡഡ് മക്കിത്ത പോലുള്ള ബ്രാൻഡഡ് കമ്പനിയിൽ വരുമ്പോൾ ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും. അപ്പോൾ ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു വില അതിനുണ്ടാവും. അപ്പോൾ ഏകദേശം 3000-3500 രൂപ വില ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ മെക്കാനിസം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോന്നും ഇടുമ്പോൾ ഇനി വളരെ സൂക്ഷിച്ച് നമ്മൾ ഇടുക, ഓരോ നീഡിലും എന്ത് സാധനം ഇടുകയാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് എടുത്ത് ഇതിലേക്ക് ആ നീഡിലിടണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തേ ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ നീഡിൽ കറക്റ്റ് ഇതിൽ കൂടി ഇടുക. അപ്പോൾ ഇത് കുടുങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെയാണ് ഇടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കുന്നത് നോക്കണം. കറക്റ്റ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ സ്പ്രിങ് ഇതിവിടെ വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പുഷ് ചെയ്ത് തള്ളിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതായത് ഇവിടുന്ന് തള്ളണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെക്കുന്നു, ഇതിൽ പ്രസ് ചെയ്ത് പിടിക്കുന്നു, പതുക്കെ തള്ളി കൊടുക്കുക. ശ്രദ്ധിക്കണം, തെറിക്കാൻ പാടില്ല. തെറിച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും തെറിച്ച് പോവും. അപ്പോൾ ഇത് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സ്പ്രിങ്ങാണ് ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ സ്പ്രിങ്. ആ സ്പ്രിങ് വന്നു. ഇനി വരാനുള്ളത് നമ്മളെ ഈ ക്യാപ്പാണ്. നമുക്ക് ഇടാനുള്ളത് ഇതിൻ്റെ ഒരു ക്യാപ്പാണ്. അതിന് മുമ്പ് നമ്മൾ സ്പ്രിങ്ങൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് ഒന്ന് നോക്കുക. എന്നിട്ട് ഈ ക്യാപ്പ് ഇടുക. പിന്നെ ഇതാ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഈ ഒരു ഷാഫ്റ്റ് ഇവിടെ ഇടുക. ഇവിടെ ഇടുന്നതോട് കൂടിയിട്ട് ഇത് ഓക്കെ ആയി. ഇനി ഈ ഒരു ക്യാപ്പ് ഇടുക. പിന്നെ നമ്മളെ സ്പ്രിങ്ങാണ് ഇടേണ്ടത്. ഈ സ്പ്രിങ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ കുറച്ച് ബലം പ്രയോഗിക്കേണ്ടത്. ഈ സ്പ്രിങ് കുടുങ്ങണമെങ്കിൽ കുറച്ച് ത്രെഡ് ഒന്ന് കയറി കിട്ടുവോളം നമ്മൾ ഒന്ന് റെഡിയാക്കണം. പിന്നെ ത്രെഡ് കയറിയാൽ ഓക്കെയാണ്. ഇപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ ഇതും ഫിക്സ് ചെയ്തു. പിന്നെ ഉള്ളത് ഇതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഗണ്ണിൻ്റെ അസംബ്ലി, അതായത് റീഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഫ്രണ്ടിൽ ഈ ബുഷ് വേണമെങ്കിൽ ഈ ബുഷ് ഇടാം. പിന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ആണി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് നേരെ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഫയറിംഗ് ആണ്. അപ്പോൾ
വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സേഫായിട്ട് വെക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സേഫായിട്ട് ഉപയോഗിക്കുക. മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അമർന്ന് കഴിഞ്ഞാൽ ഇത് പ്രസ്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നീഡിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന് ഇതിലൊരു ചെറിയ മുട്ട് കിട്ടിയാൽ മതി. മുട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആണി ഫയറാവും. ശരിക്ക് നമ്മളെ ഗണ്ണിൻ്റെ അതേ പർപ്പസാണ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് ആരും ഇത് മിസ്യൂസ് ചെയ്യരുത്. പരമാവധി നമുക്ക് നമ്മളെ ജോലിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സ്ഥലങ്ങളിലൊക്കെ കയറി കോൺക്രീറ്റിലൊക്കെ നമ്മൾ ആണി അടിക്കാൻ വേണ്ടിയിട്ട് ക്ലാമ്പൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ ഉപകാരമുള്ളൊരു സാധനമാണ്. അപ്പോൾ ആമസോണിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്താൽ ഇപ്പോൾ വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ. ആണി വന്നിട്ട് ആണിക്കൊക്കെ ഓഫറുണ്ട്. 450-500 രൂപയൊക്കെ ഉണ്ടെങ്കിൽ 50 പീസ് 100 പീസൊക്കെ നമുക്ക് ആണി വരുത്തിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ.